4 ഇനം പാമ്പുകൾ കടിച്ചാലും ഒറ്റ മരുന്നുള്ളത് നമുക്ക് പോളിവാലൻ ആൻറ്റി സ്നേക്ക് വെനം. ഇതിൻ്റെ പല്ലുകളാണെങ്കിൽ വളരെ ചെറുതാണ്. ഒരു ഇഞ്ചക്ഷൻ കുത്തുന്നതിൻ്റെ കാട്ടും ചെറിയൊരു വേദന നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അതിൽ ചെറിയൊരു ഉറുമ്പ് കടിച്ച പോലെ ഉണ്ടാവുള്ളൂ. മിക്കവാറും സംഭവിക്കുന്ന ഈ ഉറക്കത്തിൽ ഈ കുട്ടികളിലും മറ്റിടത്തും ഈ പാമ്പ് കടി ഏറ്റിട്ട് അവർക്ക് വേറെ കൂടുതലായിട്ടുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ വേറെ ആ ഭാഗത്ത് വല്ലാണ്ട് തടിച്ചു വരികയും അല്ലെങ്കിൽ ആ ചോര പൊടിയുകയും അങ്ങനെയൊന്നും കാണുന്നില്ല. പക്ഷെ കുട്ടി ഉറക്കത്തിലാണ് പേരൻസ് വിചാരിക്കുകയും ചെയ്യും. അങ്ങനെ ഉറങ്ങിപ്പോവുകയും ചെയ്യും. അവസാനം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ റെസ്പിറേറ്ററി മസിൽസിനടക്കം, നമ്മുടെ ശ്വാസം എടുക്കുന്ന ആ മസിൽസിനടക്കം നമ്മൾ അത് പാരലൈസ് ചെയ്തിട്ട് പിന്നെ ഡെത്തിലേക്ക് പോകാൻ ചെയ്യുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് ആൻറ്റി സ്നേക്ക് വെനം ട്രീറ്റ്മെൻറ്റ് ലഭിക്കുന്ന ഹോസ്പിറ്റൽ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ഉള്ളത് വടകര സഹകരണ ആശുപത്രി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ HOD ആയ ഡോക്ടർ ഡെൽസൺ ഡേവിസിൻ്റെ കൂടെയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. പാമ്പ് കടിയേറ്റാൽ ആ പാമ്പിനെ തിരിച്ചറിയാനും അല്ലെങ്കിൽ കടിച്ച പാമ്പിനെ പിടിച്ചു കൊണ്ടുവരാനും അതിന് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ സമയം കളയാറുണ്ട്. ശരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ അതൊരു അത്യാവശ്യമുള്ള കാര്യമല്ല. നമുക്ക് ഫോട്ടോ കിട്ടുകയാണെങ്കിൽ വെല്ലം ഗുഡ്, നമുക്ക് കണ്ടെത്താൻ പറ്റും ഏത് ടൈപ്പ് പാമ്പാണെന്ന് കണ്ടെത്താൻ പറ്റും. ഇന്ന് കേരളത്തിൽ 120 ഇനം പാമ്പുകളെ ഉള്ളൂ. അതിൽ 10 ഇനത്തിന് മാത്രമേ വിഷം തീറ്റാനുള്ള കഴിവുള്ളൂ. ഈ 10 ഇനത്തിൽ തന്നെ 4 ടൈപ്പ് പാമ്പുകളുണ്ട്. അതാണ് പ്രധാനമായിട്ട് ബിഗ് 4 എന്നൊക്കെ നമ്മൾ പറയില്ലേ, ബിഗ് 4 സ്നേക്സ് എന്ന് പറയുന്നത്. അത് ഒന്ന് കോബ്ര, മൂർക്കൻ. 2 എന്ന് പറയുന്നത് റസൽ വൈപ്പർ, അണലി എന്നൊക്കെ പറയുന്നത്. 3 പറയുന്നത് ഈ സോസ്കേൽഡ് വൈപ്പർ എന്ന് പറയും, ഈ ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയുന്നത്. ഒന്ന് പിന്നെ ക്രൈറ്റ് എന്ന് പറയുന്നത്, നമ്മളെ വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖു പറയുന്നതൊക്കെ പറയുന്നത്. ഈ 4 ഇനം പാമ്പുകൾ കടിച്ചാലും ഒറ്റ മരുന്നുള്ളത് നമുക്ക് പോളിവാലൻ ആൻറ്റി സ്നേക്ക് വെനം. ഇത് തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക എന്നതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം. മൂർഖൻ കടിച്ചാലും അണലി കടിച്ചാലും എല്ലാത്തിനും ആൻറ്റിവെനം ഒന്ന് തന്നെയാണെന്നാണ് സാറ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ശരിക്കും ആൻറ്റിവെനം? ഈ പോളിവാലൻ ആൻറ്റി സ്നേക്ക് വെനം അല്ലെങ്കിൽ ആൻറ്റിവെനം എന്ന് പറയുന്നത് പല പാമ്പുകളിലും വിഷങ്ങൾ എടുത്ത് അത് ചെറിയ തോതിൽ ഒന്നുകിൽ കുതിരയിലോ അല്ലെങ്കിൽ ഷീപ്പിലോ കുത്തിവെച്ച് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസിനെ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു മരുന്നാണത്. അതുകൊണ്ട് തന്നെ എല്ലാ പാമ്പുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ബിഗ് 4 പാമ്പുകളെ കുറിച്ച് പറഞ്ഞല്ലോ. എന്ത് പാമ്പായാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ആൻറ്റി സ്നേക്ക് വെനം എന്നുള്ളതാണ്. നമുക്കറിയാം 2 ടൈപ്പ് അല്ലെങ്കിൽ 3 ടൈപ്പ് വിഷാംശമാണ് നമ്മുടെ ശരീരത്തിൽ പാമ്പ് കടിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഒന്ന് ഹീമോടോക്സിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് സംഭവിക്കുക. അപ്പോൾ നമ്മൾ അണലി കടിച്ചാൽ കൂടുതലായിട്ട് നമുക്ക് ബ്ലീഡിങ്, നമ്മുടെ ബ്ലഡിനാണ് അത് ബാധിക്കുക. അപ്പോൾ പല സ്ഥലത്തു നിന്നും എന്താ പറയുക, ബ്ലീഡിങ് ഉണ്ടാവാം, കണ്ണിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവാം, അതുപോലെ തന്നെ കയ്യിൽ നിന്ന് കടിച്ച ഭാഗത്തു നിന്ന് ബ്ലീഡിങ് ഉണ്ടാവാം, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ ഒരു ഡാർക്ക് കളറ് കാണാം. അങ്ങനെ പല രീതിയിൽ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷനായിട്ടും കൂടുതൽ കാണാൻ പറ്റുക. നേരെ മറിച്ച് നമ്മൾ കോബ്ര, മുറുക്കൻ, അതുപോലെ ഈ പറഞ്ഞ വെള്ളിക്കെട്ടൻ, കോമൺ ക്രൈറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് അത് ന്യൂറോടോക്സിക് ആണത്. അപ്പോൾ എന്തിന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ വേദന നമുക്ക് കണ്ടെന്ന് വരില്ല. പക്ഷേ അവർക്ക് സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു തളർച്ച, കൈ തളർച്ച പോലെ തോന്നാം, ഒരു കടച്ചിൽ പോലെ തോന്നാം ആദ്യം, പിന്നെ കണ്ണടഞ്ഞു പോവുക, പിന്നെ ടോസിസ് കണ്ണിങ്ങനെ അടഞ്ഞു പോകണ പോലെ തോന്നാം. ഇതൊക്കെ അവസാനം ഈ ന്യൂറോടോക്സിക് ഈ പാമ്പുകൾ കടിച്ചുണ്ടാവാൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ശ്വാസം എടുക്കുന്ന മസിൽസിനല്ലോ അതിനടക്കം പാരലൈസ് ചെയ്യും. അങ്ങനെയാണ് അത് ഒരു മരണത്തിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ 2 ടൈപ്പായാലും നമുക്ക് കൊടുക്കുന്ന മരുന്ന് ഒന്ന് തന്നെയാണ്. എല്ലാത്തിനും എഫക്റ്റീവാണ് ഈ പോളിവാലൻ ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറഞ്ഞത്. സർ, എപ്പോഴാണ് ആൻറ്റിവെനം കൊടുക്കേണ്ട യഥാർത്ഥ സമയം? ഇനി ആൻറ്റിവെനം ആൾക്കാർക്ക് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് ആൾക്കാരിൽ കണ്ടിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ? ആൻറ്റിവെനം, ആൻറ്റി സ്നേക്ക് വെനം ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ കൊടുക്കാമെന്നല്ല, ഏത് പാമ്പായാലും കൊടുക്കാമെന്നല്ല അതിൻ്റെ കാര്യം എന്നുള്ളത്. ആൻറ്റി സ്നേക്ക് വെനം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പാമ്പിൻ്റെ വിഷത്തിൽ നിന്നുണ്ടാക്കുന്ന ഒരു മരുന്നാണത്. അപ്പോൾ അതിന് പല ആൾക്കും പാമ്പ് കടിയേക്കാതെ കൊടുത്തു കഴിഞ്ഞാലും അലർജി ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നമ്മൾക്ക് വരുന്ന പേഷ്യൻസിൽ, പാമ്പ് കടി വരുന്ന പേഷ്യൻസിൽ ഒരു 90% നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിഷാംശമില്ലാത്ത പാമ്പുകൾ കടിച്ചോ അല്ലെങ്കിൽ ഈ കടിച്ച വിഷമുള്ള പാമ്പ് തന്നെ
ഡ്രൈ ബൈറ്റ് എന്ന് പറയും. 50% പാമ്പുകളിലെ വിഷമുള്ള പാമ്പുകൾ കടിക്കുന്നത് തന്നെ ഡ്രൈ ബൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും ഇര തേടി നിൽക്കുന്ന സമയത്താണ് കടിക്കുക, അല്ലെങ്കിൽ കോരി പോവുക. അപ്പോൾ അവർക്ക് വിഷം ഇഞ്ചെക്ട് ചെയ്യാൻ തീറ്റിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ വെറുതെ നമ്മൾ ആ പേഷ്യന് ഒരു ആൻറ്റി സ്നേക്ക് വെനം ഇഞ്ചെക്ട് ചെയ്തിട്ട് ഒരു അലർജിക്ക് റിയാക്ഷൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 ടൈപ്പ് ഇതുണ്ടെന്ന് പറഞ്ഞു, വിഷാംശമുണ്ടെന്ന് ടോക്സിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ന്യൂറോടോക്സിൻ, നമ്മുടെ നാഡി വ്യവസ്ഥയെ ബാധിക്കുന്ന ടൈപ്പും, രണ്ടാമത് നമ്മൾ പറഞ്ഞു ഒന്ന് ബ്ലഡിനെ ബാധിക്കുന്ന ടൈപ്പ് ടോക്സിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡിനെ ബാധിക്കുന്ന ടൈപ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും. നമ്മൾ ഹോൾ ബ്ലഡ് പ്രോട്ടീൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് 20 മിനിറ്റ് നേരം അത് ക്ലോട്ട് ആവുന്നുണ്ടോ, ബ്ലഡ് ക്ലോട്ട് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കും. അതുപോലെ PTINR അതുപോലെ ബ്ലഡിൻ്റെ പ്രൊഫൈൽ നോക്കാൻ, കൊയാലുവേഷൻ പ്രൊഫൈൽ എന്ന് പറയും, അത് നോക്കാനുള്ള കാര്യങ്ങൾ നോക്കും. ഇപ്പോൾ അതല്ല ന്യൂറോടോക്സിക് ഉള്ള പാമ്പ് കടിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഉറക്കം വരുന്ന സിംഗിൾ ബെഡ് സൗണ്ട് വെറുത്തെടുക്കാൻ പറയും. ശ്വാസം ഉള്ളിലേക്ക് വെച്ചിട്ട് എണ്ണാൻ പറയും അവർക്ക്. ഒരു 30ൻ്റെ മേലേക്ക് 40ൻ്റെ അടുത്തൊക്കെ അവർക്ക് ഒരു സിംഗിൾ ബെർത്തിൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പോൾ റെസ്പിറേറ്ററി എഫേർട്ട് അധികമില്ല, മസിൽസിനെ ബാധിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളിൽ ലക്ഷണം നോക്കി അതിൻ്റെ എപ്പോഴാണോ അവർക്ക് ആ ലക്ഷണം കണ്ടുവരുന്നത്, ഈ സയൻസ് ഓഫ് എനോമിനേഷൻ എന്ന് പറയും. ഈ ലക്ഷണം പാമ്പ് കടിയുടെ വിഷം തീറ്റിയ ആ ലക്ഷണം കണ്ട സമയത്ത് മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കുള്ളൂ. രണ്ടാമത് ഇവിടെ പറഞ്ഞത് അലർജിക്കാണോ എന്ന്. അലർജി ഉണ്ടാവും, അലർജി ഉണ്ടെങ്കിൽ അലർജിക്കുള്ള മരുന്ന് കൊടുക്കുക, നമുക്ക് എന്തെങ്കിലും കൊടുത്തേ പറ്റൂ. അതിപ്പോൾ ചെറിയ കുട്ടിയായാലും മുതിർന്ന ആളായാലും പാമ്പിനറിയില്ല ഇത്രേ പഠിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ എല്ലാ 2 പേർക്കുമുള്ള ട്രീറ്റ്മെൻറ്റ് സെയിമാണ്. 10 വയൽ പറഞ്ഞാൽ 10 വയൽ ചെറിയ കുട്ടിക്കായും കൊടുക്കണം, വലിയ ആൾക്കാർക്കും കൊടുക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം പറയാനുള്ളത്. ഇപ്പോൾ ജനറേഷൻ ടു ജനറേഷൻ നമുക്ക് പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രോട്ടോകോൾ മാറിയിട്ടില്ലേ? അപ്പോൾ അതെന്തൊക്കെയായിരുന്നു? ഈ ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ച് ഓരോ പുതിയ കാര്യങ്ങൾ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കി വരുന്നതാണ്. പണ്ടത്തെ കാലത്ത് പലരും കുറേ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു പാമ്പ് കടിച്ചു വയ്ക്കുക. ആദ്യം തന്നെ ആ രോഗി അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിനെ ഒരിക്കലും വറീഡാക്കരുത്. അവിടെ റിയഷ്വർ ചെയ്യുക, അത് കുഴപ്പമൊന്നുമില്ല, അത് പാമ്പ് വിഷമില്ലാത്ത പാമ്പാണ്, അവർ റിയഷ്വർ ചെയ്തിട്ട് അവരെ ഒരു കാമാക്കി നിർത്തുക. കാരണം അവർ ടെൻഷൻ അടിച്ചാൽ വറി ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടുകയും ഹാർട്ടിലേക്ക് ബ്ലഡ് കൂടുതലെത്തുകയും പിന്നെ വിഷം മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. അപ്പോൾ അവർ ആദ്യമേ ചെയ്യേണ്ടത് നമ്മളവരെ കാമാക്കി നിർത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അവരെ ഈ ഇപ്പോൾ കാലുമ കടിച്ചു നോക്കുക, ആ ഭാഗം സ്റ്റെബിലൈസ് ചെയ്യുക, എന്നിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കാലൊടിഞ്ഞാൽ നമ്മൾ ചെയ്യില്ലേ, 2 സ്കെയിൽ വെച്ചിട്ട് പതുക്കെ കെട്ടി വയ്ക്കുക ചെയ്യാറില്ലേ, അതുപോലെ ഈ പറഞ്ഞ കടിയേറ്റിയ ഭാഗത്തു നിന്ന് ഒരു സ്കെയിൽ വെച്ചിട്ട് പതുക്കെ കെട്ടി വയ്ക്കുക. അത് അപ്പോൾ എന്തുണ്ടെങ്കിൽ നമുക്ക് ഇമ്മൊബിലൈസ് ചെയ്യാൻ പറ്റും, ആ ജോയിൻറ്റ് ഇളകാനോ മറ്റോ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇളകി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ബ്ലഡ് വിഷം ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യത കൂടും. അപ്പോൾ ആദ്യം രണ്ടാമത്തെ കാര്യം സ്റ്റെബിലൈസ് ചെയ്യുക, അത് ഇമ്മൊബിലൈസ് ചെയ്യുക പേഷ്യൻറ്റിനെ ചെയ്യുക. ഇനി ഏറ്റവും പ്രധാനമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ ASB കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. അല്ലാണ്ട് നമ്മൾ നമുക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെ സ്ഥലത്താണ് നമുക്ക് ASB ഉള്ള ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്, അതിനുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് പ്രഥമമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് ചെയ്യാൻ പാടാത്ത കാര്യങ്ങളെന്ന് പറയാം. ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാണെങ്കിൽ ചിലവരൊക്കെ ആ ഭാഗത്ത് വളരെ മുറുക്കെ കെട്ടിയിട്ടൊക്കെ വരും. അവിടെ ആ കെട്ടിയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. കൂടുതലായിട്ടുള്ള ഈ പറഞ്ഞ വിഷം ഉള്ളിലേക്ക് കയറാനുള്ള സാഹചര്യം ഒരിക്കലാണ് ചെയ്യുകയുള്ളത്. അല്ലെങ്കിൽ ചിലവർ പറയും ആ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് അതിന് ചോര പുറത്തേക്ക് കളയുക, അതുപോലെ സക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ആ ഭാഗം ഐസ് പാക്ക് വെച്ചിട്ട് വയ്ക്കുക, എന്നിട്ട് ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ മുറിവുകളുടെ മുകളിൽ പച്ചമരുന്ന് വയ്ക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഈയിടെയായി പാമ്പ് കടി ഏൽക്കുന്ന വാർത്തകളാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്? അത് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമല്ലോ. നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് സാറ് ബ്രീഫ് ചെയ്യാമോ? ശരിയാണ്. ഈയിടെയായിട്ട് നമ്മൾ വാർത്തകളിൽ കൂടുതലായിട്ട് പാമ്പ് കടി ഏറ്റുന്ന മരണമൊക്കെ കാണുന്നുണ്ടെങ്കിലും
താരതമ്യേന 2019 കണക്കിനേക്കാളും 19 ഒരു കൊല്ലത്തിൽ ഏകദേശം 70-75 പേര് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടെങ്കിലും ഇപ്പോൾ 22-23 കണക്കനുസരിച്ച് 40-42 ആളുകളാണ് കുറഞ്ഞേക്കാണ് യഥാർത്ഥത്തിൽ. കാരണം കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലായാലും ബാക്കിയുള്ള ഹോസ്പിറ്റലുകളായാലും നമുക്ക് ASBയുടെ സൗകര്യങ്ങൾ ലഭ്യത കൂടി മരണത്തിൻ്റെ സംഖ്യ കുറയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ടാമത്തെ ചോദ്യത്തിലാണെങ്കിൽ വീടുകളിലേക്ക് ഇപ്പോൾ പാമ്പുകൾ കയറുന്ന ഒരു അവസരം ആണ് ഈ ന്യൂസുള്ള വാർത്തകൾ കൂടുതൽ കേൾക്കുന്നുണ്ട്. ഈ ചൂട് കാലത്ത് പൊതുവേ ഈ പാമ്പുകൾ തണുപ്പന്വേഷിച്ച് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. അവരൊരു കോൾഡ് ബ്ലഡർ ആനിമൽസാണ് അവർ മാളത്തിൻ്റെ ഉള്ളിലും ചൂട് വരുമ്പോൾ അതവർ ഒരു തണുപ്പ് ഉള്ള സ്ഥലത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീട്ടിലേക്കും മറ്റുള്ള ഭാഗങ്ങളിലേക്കും വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ജനലിൽ തുറന്നിട്ട് കിടക്കുക, അതൊക്കെ ഒഴിവാക്കുക. ജനലടച്ചിടുക, വാതിലിൽ പലപ്പോഴും അടച്ചിടുക. പിന്നെ ഈ കിടക്കുമ്പോൾ ബെഡ്ഷീറ്റ് മറ്റൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ഇടുക. അല്ലെങ്കിൽ പിന്നെ ഈ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ പാമ്പ് നമ്മൾ കണ്ടുള്ളത്, അതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടുള്ളതാണ്. എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കുന്നു മാത്രം. അപ്പോൾ ഷൂസിൻ്റെ ഉള്ളിൽ അപ്പോൾ എല്ലാം അതിൻ്റെ അങ്ങനെ തണുപ്പുള്ള ഭാഗങ്ങളിൽ ഈ പറഞ്ഞ പാമ്പുകൾ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്, ചൂട് കാലത്ത് പ്രത്യേകിച്ചും. അപ്പോൾ നമ്മൾ കെയർഫുൾ ആവുക. അപ്പോൾ വീടിൻ്റെ അടുത്തിരിക്ക് ചാഞ്ഞിക്കണ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിയൊന്ന് ആക്കുക. അതുപോലെ തന്നെ ഈ എലികളെ ഭക്ഷണം പാമ്പുകളുടെ എലികളാണല്ലോ. അപ്പോൾ എലികളെ വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ പരിസര ശുദ്ധീകരണം അതിൽ പ്രധാനപ്പെട്ട സംഭവമാണ്. അങ്ങനെ നമുക്ക് വൃത്തിയുള്ള ഒരു സാഹചര്യം ഒരുക്കിയാൽ തന്നെ നമുക്ക് പാമ്പുകളുടെ ഉള്ളിൽ കയറാനുള്ള ആ സാഹചര്യം ഒഴിവാക്കാൻ പറ്റുന്നതാണ്. കൊടും വിഷമുള്ള പാമ്പെന്ന് പറയുന്നത് അണലി, മൂർഖൻ എന്നിവയാണല്ലോ. പക്ഷെ ഇവിടെ ആൾക്കാർ കൂടുതലായിട്ട് മരണപ്പെടുന്നത് ഈ ശംഖുവരയൻ അല്ലെ വെള്ളിക്കെട്ടൻ, കരുവേല എന്നറിയപ്പെടുന്ന പാമ്പുകളൊക്കെ കടിച്ചിട്ടാണ്. എന്താണ് ഇതിൻ്റെ ഒരു കാരണം? ഇപ്പോൾ കോമൺ ക്രൈറ്റ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെള്ളിക്കെട്ടൻ, ഈ വടകര ഭാഗത്തൊക്കെ കരിവേല എന്നൊക്കെ പറയുന്ന പാമ്പിൻ്റെ ആണെങ്കിൽ അതൊരു ന്യൂറോടോക്സിക് പാമ്പാണ്. അല്ലെങ്കിൽ നാഡീ വ്യവസ്ഥേനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇതിൻ്റെ പല്ലുകളാണെങ്കിൽ വളരെ ചെറുതാണ്. ഒരു ഇഞ്ചക്ഷൻ കുത്തുന്നതിൻ്റെ കാര്യം ചെറിയൊരു വേദന നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അതിൽ ചെറിയൊരു ഉറുമ്പ് കടിച്ച പോലെ ഉണ്ടാവുള്ളൂ. മിക്കവാറും സംഭവിക്കുന്നത് ഈ ഉറക്കത്തിൽ ഈ കുട്ടികളിലും മറ്റിടത്തും ഈ പാമ്പ് കടി ഏറ്റിട്ട് അവർക്ക് വേറെ കൂടുതലായിട്ടുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ വേറെ ആ ഭാഗത്ത് വല്ലാണ്ട് തടിച്ചു വരികയും അല്ലെങ്കിൽ ആ ചോര പൊടിയുകയും അങ്ങനെയൊന്നും കാണുന്നില്ല. കയ്യിനൊരു ഒരു മരവപ്പ് പോലെ തോന്നാം. ഇപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ പഠിത്ത് കണ്ട ഛർദിയാണ് കൂടുതലായിട്ട് കുട്ടിയിൽ കണ്ടത്. അപ്പോൾ ഉറക്കത്തിൽ തന്നെ കണ്ണിൻ്റെ ഉറക്കത്തിൽ കടിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഉണ്ടാകുന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഈ പികൾ അടഞ്ഞു പോകും. അത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷെ കുട്ടി ഉറക്കത്തിലാണ് പേരൻസ് വിചാരിക്കുകയും ചെയ്യും. അങ്ങനെ ഉറങ്ങിപ്പോവുകയും ചെയ്യും. അവസാനം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ റെസ്പിറേറ്ററി മസിൽസിനടക്കം, നമ്മുടെ ശ്വാസം എടുക്കുന്ന ആ മസിൽസിനടക്കം നമ്മൾ അത് പാരലൈസ് ചെയ്തിട്ട് പിന്നെ ഡെത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കൂടുതൽ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. നമുക്ക് ഇങ്ങനെ കടി കിട്ടിയെന്ന് മനസ്സിലായാലല്ലേ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് എത്തുള്ളൂ. അത് എത്താൻ സാധിക്കുന്നില്ല ഈ പറഞ്ഞ കോമൺ ക്രൈറ്റിൽ, ഈ കരിവേല അങ്ങനത്തെ പാമ്പുകൾക്ക്. നമ്മുടെ ഈ ഭാഗത്ത് കൂടുതലായിട്ട് കാണുന്നതും ഈ ടൈപ്പ് പാമ്പുകളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീടുകളിലെ പരിസരങ്ങളിലും വൃത്തിയായി സൂക്ഷിക്കുക. എങ്ങനെയും പാമ്പിന് അകത്ത് വരാനുള്ള സാഹചര്യം ഒഴിവാക്കുക. ഇപ്പോൾ ആൻറ്റി സ്നേക്ക് വെനം ട്രീറ്റ്മെൻറ്റ് വടകര സഹകരണ ആശുപത്രിയിൽ ലഭ്യമാണെന്ന് സാറ് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഈ ഒരു ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കുന്നു. അപ്പോൾ അത് കൂടാതെ എന്തൊക്കെയാണ്, കൂടാതെയുള്ള സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? സാറിൻ്റെ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്ന് വിശദീകരിക്കാമോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ 4 ടൈപ്പ് ബിഗ് 4 സ്നേക്സ് നൂറ്റല്ലേ. അതിൽ മെയിനായിട്ട് ഈ കോബ്ര, അതുപോലെ തന്നെ കോമൺ ക്രൈറ്റ്, അല്ലെങ്കിൽ മൂർഖൻ പാമ്പും അതല്ല ഈ ശംഖുവരയൻ അല്ലെ വെള്ളിക്കെട്ട് എന്ന് പറഞ്ഞ പാമ്പുകൾ ന്യൂറോടോക്സിക് പാമ്പുകളാണ്. അതിനെങ്കിൽ നാഡി വ്യവസ്ഥകളാണ് കൂടുതലായിട്ട് ബാധിക്കുക. അപ്പോൾ അവർക്ക് നമ്മൾ ASB കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ ലക്ഷണങ്ങൾ കണ്ടിട്ട് ഒരു സയൻസ് ഓഫ് ഇന്നോവേഷൻ അല്ലെങ്കിൽ വിഷം തീറ്റിയെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ASB കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ അത് പൂർണ്ണമായിട്ട് അത് നമുക്ക് റിക്കവറിയിലേക്ക് എത്തിയെന്ന് വരുന്നില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ വിഷം കൂടുതൽ ഉണ്ടാവേണ്ട ഭാഗമായിട്ട് ചിലപ്പോൾ ശ്വാസം എടുക്കാത്ത പറ്റാത്ത അവസ്ഥകളും മറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വെന്റിലേറ്റർ സൗകര്യം വേണം. നമുക്ക് കൃത്രിമ ശ്വാസം പുറമേ നിന്ന് മിഷൻ വഴിക്ക് കൊടുക്കാമെന്ന് ബാധിക്കാൻ പറ്റുള്ള വെന്റിലേറ്റർ സൗകര്യം ഉണ്ടാവണം. അങ്ങനെ ഉള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാവുന്നത്.
പിന്നെ നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പറഞ്ഞത് ഹീമോടോക്സിക്, ബ്ലഡിനെ ബാധിക്കുന്നത്. അതിപ്പോൾ നേരത്തെ പറഞ്ഞ ബ്ലീഡിങ്ങും മറ്റിൻ്റെ കൂടെ തന്നെ വൃക്കകളെ കിഡ്നീനെ ബാധിക്കാം. കിഡ്നിയുടെ ഭാഗമായിട്ട് നമുക്ക് ഡയാലിസിസും മറ്റ് സൗകര്യങ്ങളൊക്കെ ആവശ്യം വരും. അങ്ങനത്തെയുള്ള ഹോസ്പിറ്റലിൽ കൂടെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ പറയുന്നതാണത്. ASB കൊടുത്തിട്ട് മാറാണ്ട് ഇതുപോലെ ഇതൊക്കെ ബാധിക്കുകയാണെങ്കിൽ ഡയാലിസിസും കൂടി സൗകര്യം വേണം. ഈ രണ്ട് സൗകര്യങ്ങളും ASB നമ്മുടെ ഹോസ്പിറ്റലിൽ വടകര സഹകരണ ആശുപത്രിയിൽ ലഭ്യമാണ്. ഇവിടെ നമ്മൾ ഈ സൗകര്യം കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലും കൂടിയാണ്.